UDF സർക്കാർ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി സർവീസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കടുത്ത പ്രതിസന്ധിയിലാണ് സ്വകാര്യ ബസ് ഉടമകൾ. പദ്ധതി നടപ്പാക്കിയതിനു പിന്നാലെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞെന്നാണ് ബസ് ഉടമകളുടെ പരാതി. നേരത്തെ വയനാടും കോഴിക്കോടും ബസ് ഉടമകൾ പണിമുടക്കിലേക്ക് കടക്കുമെന്ന സൂചന നൽകിയിരുന്നെങ്കിലും പിന്നീട് അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പിന്മാറുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ പണിമുടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകളാണ്. ഇന്ന് നടത്തുന്നത് സൂചനാ സമരമാണ്. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനും മുഴുവൻ തൊഴിലാളി സംഘടനകളും ചേർന്നാണ് പണിമുടക്കുന്നത്. പ്രതിദിനം 2000 മുതൽ 5000 രൂപ വരെ നഷ്ടമാണ് ഓരോ ബസ്സിനും നേരിടുന്നതെന്ന് സംഘടനകൾ ആരോപിക്കുന്നു. ദിനം പ്രതി സർവീസ് നടത്താൻ ഡീസൽ അടിക്കാൻ പോലുമുള്ള പണം വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് ബസ് ഉടമകളുടെ പരാതി. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. സൗജന്യ യാത്ര വിദ്യാർത്ഥികൾക്കും 65 വയസ്സിന് മുകളിലുള്ള സ്ത്രീ പുരുഷന്മാർക്കും മാത്രം നൽകണം. 50% ഡീസൽ സബ്സിഡി അനുവദിക്കണം. റോഡ് നികുതി പൂർണ്ണമായും ഒഴിവാക്കണം. ഇന്റർസ്റ്റേറ്റ്, ടൗൺ ടു ടൗൺ ബസ്സുകൾ എന്നിവയിൽ സൗജന്യ യാത്ര ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരം ചെയ്യുന്ന സ്വകാര്യ ബസ് ഉടമകൾ ഉന്നയിക്കുന്നത്. ആവശ്യങ്ങൾ പരിഗണിച്ച് സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കാസർഗോഡ് ജില്ലയിലെ ബസ് ഉടമകൾ ആലോചിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ തുടർ നീക്കം നിർണായകമാകുമെന്ന് ഉറപ്പ്. സി മലയാളം ന്യൂസ്, കാസർഗോഡ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.